നമസ്കാരം. നമ്മുടെ യാത്ര ഇന്ന് എത്തിയിരിക്കുന്നത് എടക്കാനത്തുള്ള ജ്യോതിസിലാണ്. ജ്യോതിസിനും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. സൂക്ഷ്മതയുള്ള അല്ലെങ്കിൽ എന്നൊരു ചിത്ര വർണ്ണ കൂടാരത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. നമുക്ക് അവിടെ ഒരു കലാകാരനെ പരിചയപ്പെടാം. നമസ്കാരം ശ്രീനിട. നമസ്കാരം. നല്ല അടിപൊളി. ഇതാണ് വൈറലായത് അല്ലേ? ഇതാണ് കുറച്ച് വൈറലായത്. ഓക്കെ. അപ്പൊ ഞങ്ങള് ചിത്രങ്ങളെ പരിചയപ്പെടുത്താൻ കൂടി ഓടി വന്നു. ചിത്രകാരനെ. ഇത് ശ്രീനിവാസൻ എടക്കാനം കഴിഞ്ഞ പിന്നെ ശ്രീനിവാസൻ ഇരട്ടി, അത് കഴിഞ്ഞ ശ്രീനിവാസൻ കണ്ണൂർ അല്ലേ? സാറിന്റെ എത്ര വർഷമായി നമ്മൾ ഈ ഒരു ചിത്രരചന രംഗത്ത്? ഒരു 30-30 വർഷത്തില്. 30 വർഷമായി. ചിത്രമേഖലയിൽ ഇത് പഠിച്ചിട്ടുണ്ടോ? ഇതിന്റെ ചെറിയ കാര്യങ്ങൾ LKG മുതൽ കാര്യങ്ങൾ അറിയുന്നതാണ്. പിന്നെ അതിനുശേഷം നമ്മളൊരു ദാമുമാഷ് ഉണ്ടായിരുന്നു. അതാണ് നമ്മളെ ആദ്യത്തെ പ്രഥമമായിട്ടുള്ള ഗുരു. അതിനുശേഷം നമ്മളെ LP സ്കൂള്, UP സ്കൂള്, ഹൈസ്കൂള്, ഇരട്ടി സ്കൂള്, പിന്നെ പ്രഗതി കോളേജ്, പിന്നെ MG കോളേജ് എല്ലാം ഇതിന്റെ ഡിപ്ലോമ എടുക്കുമ്പോൾ കുട്ടികളുടെ ഇടയിൽ ഒരു ഹീറോ ആയിരിക്കുമല്ലോ കുറച്ച്. ചിത്രം എല്ലാ മേഖലയിലും ചിത്രങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏതൊക്കെ ഇതിലാണ്? കളർ പെൻസിൽ ചെയ്യുന്നുണ്ട്, പിന്നെ വാട്ടർ കളർ, പിന്നെ അക്രലിക്, പിന്നെ ഓയിൽ പെയിന്റ്, പിന്നെ സാധാരണ പെൻസിൽ ഷെയ്ഡ് മുതൽ ചെയ്യുന്നതാണ്. കുട്ടി കുറച്ച് ക്ലാസ് ഏകദേശം ഒരു 1000-ഓളം ചിത്രങ്ങൾ ഞാൻ കണ്ടു. അവിടെ ഇതേ കണ്ടു ഞാൻ റൂമിനകത്ത് മുഴുവനായിട്ടല്ലേ. അതില് അതായത് നമ്മളിപ്പോ സൂക്ഷ്മതയ്ക്ക് പ്രാധാന്യം ഉണ്ടെന്ന് അല്ലെ? കൂടുതലും ഞാൻ കണ്ടത് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള കുറേ ചിത്രങ്ങൾ പ്രകൃതിയായിട്ടും. ഏറ്റവും ഇഷ്ടമായിട്ട് വരക്കാൻ തോന്നിയത് എന്താണ്? വരക്കാൻ പ്രകൃതി തന്നെയാണ്. പ്രകൃതിയിൽ നമ്മൾ കാണുന്ന നിസ്സാരമായിട്ട് കാണുന്ന സംഭവങ്ങളെ നമുക്ക് ഇങ്ങനെ ഒരു വളരെ ക്ലിയർ ആയിട്ട് വരച്ചു കൊണ്ടുവരാം. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഞാൻ കണ്ടത് ജീവസുറ്റ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാല് അതിനകത്ത് കുറെ ആർട്ടിസ്റ്റിന്റെ ഒക്കെ ഉണ്ടല്ലേ? ഇഷ്ടപ്പെട്ട ഇപ്പൊ മോഹൻലാലിന് വേണ്ടി ഇങ്ങനെ കൊതിച്ചു നോക്കുന്ന ഒരു ചിത്രം ഉണ്ട് അല്ലെ? എത്രത്തോളം ചിത്രങ്ങൾ മോഹൻലാലിന് തന്നെ ഇപ്പൊ വരച്ചിട്ടുണ്ട്? മോഹൻലാലിന്റെ ഒരു 10ഓളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ആഗ്രഹമായിട്ട് പറയാനുള്ളത് മോഹൻലാലിനെ കാണണം എന്ന് എനിക്ക് തോന്നി. അതെ. ഈ ചിത്രം ഞാൻ കളർ പെൻസിൽ കൊണ്ട് ചെയ്തതാണ്. ഇത് ഒരു 1-2 മാസം എടുത്ത് ചെയ്ത വർക്കാണ്. 2 മാസം. അപ്പോ അത് അത്രയും അത് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കളർ പെൻസിൽ ചെയ്യാൻ പറ്റിയ ചിത്രമാണ്. ഇത് ലാലേട്ടൻ കൊടുക്കണം തന്നെയാണ് എന്റെ ഒരു ആഗ്രഹം. അതിന് എന്താ പറയാ, അതിനൊരു പ്രാർത്ഥന എല്ലാം ഉള്ളത്. അപ്പൊ ലാലേട്ടന് ഏറ്റവും ഇഷ്ടമുണ്ട്. അപ്പൊ ലാലേട്ടന് വേണ്ടി വരച്ചു. ഇത് ലാലേട്ടൻ്റെ അടുത്തേക്ക്. അപ്പൊ അറിയാലോ, ഈ ഒരു വഴി അങ്ങോട്ട് തുറന്നു കൊടുക്കാനുള്ള സഹായം കൂടി ഉണ്ടാക്കണം. ആരാണെങ്കിലും ഇത് ലാലേട്ടൻ്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള സഹായമാണ് ആദ്യമേ അഭ്യർത്ഥിക്കുന്നത്. എനിക്കൊരു കാണുമ്പോൾ തന്നെ വിശപ്പ് തോന്നുന്ന, അല്ലെങ്കിൽ നാവില് കൊതി തോന്നുന്ന ഒരു ചിത്രം. അപ്പൊ അതിനകത്ത് ശ്രീനിവാസൻ ഇരട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഒപ്പിട്ടിരിക്കുന്നത്. 10/8/2021 അല്ലെ? 2 വർഷം മുമ്പ് വരച്ചാണ് ഈ ജീവസുറ്റ ചിത്രം. ഈ ചിത്രം നല്ല അഭിപ്രായം കിട്ടിയിട്ടില്ലേ അല്ലേ? ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ ഇത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് കൂടുതലും അവർ പറയുന്നത് ഇതിന്റെ അകത്ത് ഗ്രേവി, അതായത് അതിന്റെ അകത്ത് ആ ഒരു നീര് സംഭവത്തിന് കുറച്ചും കൂടി ഒരു യാഥാർത്ഥ്യത്തേക്ക് തോന്നുന്നു. പിന്നെ വാട്ടർ കളർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വരയ്ക്കാൻ വേണ്ടി എത്ര ദിവസം ഏകദേശം? ഇതെടുത്ത് ഒരു 2-3 ആഴ്ച എടുത്തിട്ടുണ്ട്. 3 ആഴ്ച എടുത്തിട്ടുണ്ട്. ഇത് വീട്ടില് നമ്മുടെ തീന്മേശ കണ്ടപ്പോ തോന്നിയ ഒരു തോന്നിയാണ്. അത് മാത്രമല്ല, നമ്മളത് കൂടുതലും അതിലേക്ക് ഇറങ്ങി ചെന്ന് മാത്രമേ നമുക്ക് അത്രയൊരു പെർഫെക്റ്റ് കിട്ടാൻ പറ്റൂ. ഇത് ഏത് മീഡിയമാണ്? ഇത് എന്താ? വാട്ടർ കളറാണോ ഉപയോഗിച്ചിരിക്കുന്നത്? പേപ്പറിന്റെ സൈസ് ഇതെന്ന് പറഞ്ഞാല് നമ്മളൊരു ഹാൻഡ് മെയ്ഡ് ഷീറ്റാണ്. ഓക്കെ. ഇത് വാട്ടർ കളർ കൂടാതെ വേറെ ഏതൊക്കെ ചെയ്യുന്നതിന്? പെൻസിൽ സാധാരണ ഷെയ്ഡിംഗ് ഉണ്ട്, പെൻസിൽ ഷെയ്ഡിംഗ് ഉണ്ട്. ഇത് അതുപോലെ തന്നെ നമുക്ക് പുറത്തുള്ള വർക്കുകൾ ചെയ്യാറുണ്ടോ? പുറത്ത് വർക്ക് ചുമർ ചിത്രങ്ങള് അതുപോലെ ചുമരിൽ വരച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മോഡലൊക്കെ ചെയ്യാറുണ്ട്, സ്റ്റിൽ മോഡൽ അങ്ങനെയുള്ള. ഇപ്പൊ ചില റിസോർട്ടുകളിലും മറ്റെല്ലാം അല്ലെ ഇതുപോലെ ചിത്രങ്ങൾ വിൽക്കാറുണ്ട്. ആവശ്യക്കാർ വരും, കൊടുക്കാറുണ്ട്. അതിന് കിട്ടുന്ന നമ്മളെ ഈ മോഡലുകൾ, അതായത് നമ്മളെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് മുൻകൂട്ടി എത്ര ദിവസം മുമ്പ് ഓർഡർ ഒക്കെ തരേണ്ടി വരും? എന്തായാലും ഒരാഴ്ചയിലും മേലെ എന്തായാലും നമുക്ക് വേണ്ടി ഓർഡർ വരും. ഇതൊന്നും തയ്യാറെടുത്ത് കാര്യങ്ങളെ ആദ്യം നമ്മളിപ്പം ഫോട്ടോസ് മൊബൈലിൽ എടുത്തിട്ട് നോക്കിയിട്ട് വരയ്ക്കാറാണോ, അല്ലെങ്കിൽ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് വരയ്ക്കാം? മൊബൈലില് ഫോട്ടോ നമ്മൾ കാണും, അതിനുശേഷം അതിന്റെ മനസ്സിൽ അതിന്റെ കളർ കാര്യങ്ങളൊക്കെ നമുക്ക് രൂപപ്പെടുത്തണം. എന്നിട്ട് വേണം അത് അപ്ലൈ ചെയ്യണമെങ്കിൽ. അപ്പൊ അതിന്റെ സാമ്യത നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും.
ഇത് സ്ട്രോബെറിക്കിടയിൽ ഒരു കോൾഗേറ്റ് അതന്നെ അല്ലെ? അപ്പൊ രാവിലെ തന്നെ അത് സ്വപ്നം കണ്ടുകൊണ്ട് വല്ലേക്കാനുള്ള പരിപാടിയാണ്. ഇത് വീട്ടിൽ തന്നെയുള്ള സംഭവമാണ്. ഇത് ടേബിളിന്റെ മാറ്റാണ് ഇത് ഇതിന്റെ അകത്തുള്ള കാണുന്നത്. രാവിലെ എഴുന്നേറ്റ പാടത് കണ്ടു, അത് മനസ്സിലേക്ക് ഇറക്കി. അത് 2020 8-ാം മാസം. എത്ര വർഷം മുമ്പ് എന്ന് പറഞ്ഞ ഇത് ഇപ്പം ചിത്രങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയത് ഒരു 20-25 വർഷത്തിന് മുന്നേ ചിത്രങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. 1000-ഓളം ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് കാണിക്കാറുണ്ട് പ്രദർശനത്തിന് ചെറിയ ചെറിയ പ്രദർശനങ്ങൾ ഒരു 100ഓളം പ്രദർശനം കഴിഞ്ഞു. അപ്പോ ഇനി 2-3 പ്രദർശനങ്ങൾ വരുന്നുണ്ട്. അപ്പോ അതിലൊക്കെ കൂടുതലായിട്ട് വരുന്നത് ഈ റിയലിസ്റ്റിക്കിനാണ് കൂടുതൽ പ്രാധാന്യം. അതുപോലെ 3D ചിത്രങ്ങൾ അല്ലെ? 3D ചിത്രമുണ്ട്, റിയലിസ്റ്റിക് ആയിട്ടുള്ളതുണ്ട്. പിന്നെ മറ്റേ അക്വാലിക്കിൽ പറഞ്ഞത് അക്രലിക് ചിത്രം ഇതിന്റെ പണിപ്പുരയിലാണ്. ഇതിന്റെ പണിപ്പുര ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് അക്രലിക്കിൽ എന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർക്കാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ഈട് നിൽക്കുന്ന ചിത്രങ്ങൾ. അക്രലിക്കിൽ രവിവർമ്മ ചിത്രങ്ങളെല്ലാം പറയുന്നത് അക്രലിക്കിലാണ്. ഇതിനെ ഉപയോഗിക്കുന്ന പെയിന്റിലൊക്കെ വ്യത്യാസമുണ്ടോ? ഉണ്ട്. ഇത് നമുക്ക് വാട്ടർ കളർ ബേസ് തന്നെയാണ്, പക്ഷേ എങ്കിൽ കുറച്ചുകൂടി ക്വാളിറ്റി കൂടുതലാണ്. പിന്നെ ഇത് വാട്ടറിന്റെ ഓയിൽ മെത്തേഡ് മാറിയിട്ടാണ് ഓയിൽ പെയിന്റിംഗിൽ വരുന്നത്. ഈ ടെക്നിക്കലി ഇതെല്ലാം പഠിക്കാൻ ആരെങ്കിലും ഹെൽപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇത് സ്വന്തമായിട്ട് കണ്ടെത്തിയ കാര്യങ്ങളാണ്. ഇതിന്റെ ഡിപ്ലോമയ്ക്ക് ഞാൻ പോയിട്ടുണ്ട് കണ്ണൂര്. ബാക്കിയൊക്കെ നമ്മളെ ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ്. പിന്നെ ഇപ്പം ഇത് കൂടാതെ ചിത്രാധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ചെയ്യുന്നത് പൈസക്കരി ദേവമാത ഹൈസ്കൂളാണ്. ഇതിനു മുമ്പേ ഒരു 14 വർഷത്തോളം ബെൻഹിൽ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു. അതിനുശേഷം 2018 ഒരു 5 വർഷത്തോളം കൊളക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4 മാസത്തിലധികമായിട്ട് പിന്നെ ഇവിടെ പൈസക്കരിയിലാണ്. ഇന്ന് കുട്ടികള് ഇതിനോട് പഠിക്കാൻ താല്പര്യമുണ്ടോ? കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ മനസ്സിൽ ഒരുപാട് ആശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ ആ കലാവാസനകൾ അവർക്ക് വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ബേസിക് ഇപ്പം നിലനിൽക്കുന്നില്ല. പക്ഷെ എന്നാലും പല കുട്ടികളും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെ അവരെ കലാവാസനകൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് നമ്മളെ രീതിയിൽ കുറച്ച് പിന്നെ അവരുടെ പ്രോത്സാഹനം, അവരുടെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ മീഡിയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ അതിലേക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകും. ചിലവർക്ക് പെൻസിൽ ഷെയ്ഡിങ്ങിലായിരിക്കും താല്പര്യം, ചിലവർക്ക് കളർ പെൻസിലായിരിക്കും, ചിലർക്ക് വാട്ടർ കളറായിരിക്കും. അപ്പോൾ അവരുടേതായിട്ടുള്ള അഭിരുചികൾ കണ്ടുകൊണ്ട് നമുക്ക് അവരെ അതിലേക്ക് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ കുട്ടികൾ അതിലേക്ക് നല്ല ഫോക്കസ് ചെയ്തെത്താൻ പറ്റും. ഇതിപ്പോ നമ്മൾ ചിത്രം വരക്കുന്നതിനേക്കാളും ഇത് സൂക്ഷിച്ചു വെക്കാനും അല്ലെങ്കിൽ അതിനെ പരിചരിക്കാനാണല്ലോ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്നത് അല്ലേ? അപ്പൊ അതിനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ സാങ്കേതിക വിദ്യ മാറിയ കാലഘട്ടത്തിൽ നമുക്കത് ഒരു ഫ്രെയിം ചെയ്യുന്നതിന് ഉപരിയായിട്ട് ഒരു ലാമിനേഷൻ കോട്ടിങ്. കാരണം വെച്ചാൽ നമ്മളെ തണുപ്പുണ്ട്, മാറി മാറി വരുന്നുണ്ട്. വെയിലിനാകുമ്പോൾ ഒരു വേറെ പ്രശ്നം വരും, തണുപ്പാകുമ്പോൾ പൂപ്പല് കിട്ടും. അപ്പൊ ഇതിപ്പോ നമുക്ക് ഇങ്ങനെ ഒരു കോട്ടിങ് ചെയ്തിട്ട് ഒരു ഫ്രെയിം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് വർഷത്തെ ഈടേക്കലിന് സാധ്യതയുണ്ട്. ഈ ചിത്രകലാ അധ്യാപകൻ എന്ന രീതിയിൽ പിന്നെ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്ന ഒരു ചിത്രകാരനുണ്ട്, സർക്കാരിന്റെ ഭാഗത്തുള്ള സപ്പോർട്ടുകളൊക്കെ എങ്ങനെയാണ്? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടൊന്നും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇല്ലില്ല. പിന്നെ സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്ത് ചെറിയ ചെറിയ സപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അത് പ്രോത്സാഹനം കിട്ടിയതാണ്. വേറെ അങ്ങനെ നമ്മളെ ഒരു സർക്കാർ തലത്തിൽ ഒരു അംഗീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ വേറെ ഒരു നമ്മളെ ഒരു ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യത ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാ മാധ്യമങ്ങളൊക്കെ വൈറലാക്കി വാർത്തകളെല്ലാം വന്നു അല്ലെ? ഞാനും വാർത്തകൾ കണ്ടിട്ടാണ് അറിഞ്ഞത്. പക്ഷെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. ഇന്നത്തെ ഈ ഒരു സോഷ്യൽ മീഡിയ തരംഗത്തിനിടയിൽ ഗുണകരമല്ലേ ശരിക്കും പറഞ്ഞാൽ ചിത്രങ്ങളൊക്കെ വിറ്റുപോകാനോ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്താനുള്ള? നമ്മളെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിലുള്ള ആശയങ്ങൾ നമ്മളെ പുറം ലോകത്ത് എത്തിക്കാനുള്ള എളുപ്പമാർഗം ചിത്രരചനയാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും സമരമായാലും നമുക്ക് വീട്ടിലുള്ള അവസ്ഥകളായാലും ജോലി സ്ഥലത്തുള്ള അവസ്ഥകളായാലും ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന പല മേഖലകളൊക്കെ നമുക്ക് ചിത്രത്തിലൂടെ പെട്ടെന്ന് നമുക്ക് മറ്റുള്ളവർക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ അതൊരു നല്ല സാധ്യതയാണ്. പക്ഷെ ആ സാധ്യത വരുമ്പം തന്നെ നമുക്ക് അതിനോട് പൊരുത്തപ്പെടാനുള്ള നമുക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ വേണം. സൂക്ഷിച്ചു വെക്കാനുള്ള സംഭവമാണ്. അതുപോലുള്ള ഈ എത്തിപ്പെടാനുള്ള ആൾക്കാർ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. ഈ ഒരു ചിത്രം ഫുള്ളി പെൻസിൽ മാത്രം കൊണ്ട് ചെയ്ത ചിത്രമാണ്. അപ്പൊ ഈ ഒരു ചിത്രമോ? ഈ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ചാർക്കോൾ പെൻസിലാണ്. പെൻസിലിന്റെ കട്ടിയേക്കാൾ കുറച്ചും കൂടി കട്ടി കൂടുതലുള്ള സംഭവം. ലെഡ് കുറച്ച് കട്ടിയായിട്ട്
കൂടുതലുള്ള ഒരു സംഭവമാണ്. അപ്പൊ രണ്ടും പെൻസിൽ ചിത്രമാണ്, പക്ഷെ അതൊരു ഇതിന് ചാർക്കോൾ പെൻസിൽ എന്ന് പറയും, ഇത് സാധാരണ പെൻസിൽ ആവും. അതിൻ്റെതായിട്ടുള്ള മാറ്റം. ഈ ചിത്രം തന്നെ നമുക്ക് ഒന്ന് വെള്ളം ഒന്നും കിട്ടാതൊരു കാലഘട്ടത്തിലുള്ളൊരു ഒരു അമ്മയും കുഞ്ഞിന്റെ ഒരു പശ്ചാത്തലമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാതൊരു പ്രയാസം നമുക്ക് തോന്നും. അതെ അതെ അതെ. അപ്പൊ ഒരു ഉണങ്ങി പറ്റിയ ഒരു വെള്ളത്തിന്റെ തുള്ളി പോലും അവിടെ ഇല്ല ദാഹജലത്തിന് വേണ്ടി. അതേപോലെ നമ്മളെ കാരുണ്യത്തിന്റെ പ്രതിമായിട്ടുള്ള അമ്മയുടെ ഇത്തരം കാര്യങ്ങൾ. അപ്പൊ ആദ്യഘട്ടത്തില് പെൻസിലായിരുന്നോ തുടങ്ങിയത്, അല്ലെങ്കിൽ ആദ്യം പെൻസിൽ തുടങ്ങി, അത് കഴിഞ്ഞിട്ട് വാട്ടർ കളറിലേക്ക്? അത് കഴിഞ്ഞിട്ട് കളർ പെൻസിൽ ഉപയോഗിക്കാൻ, പിന്നെയാണ് വാട്ടർ കളർ, പിന്നെ വേറെ ഓരോ മേഖലയിലേക്ക് വന്നു. ഈ ചുമർ ചിത്രങ്ങളിലേക്ക് പോട്ടെ. ചുമർ ചിത്രങ്ങളിലേക്ക് അപ്പൊ അത് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. ചുമർ ചിത്രങ്ങള് ചുവരിന്റെ അകത്ത് നമ്മൾ സാധാരണ ദേവി അങ്ങനെയുള്ള ഇതൊക്കെ വരച്ചിട്ടുണ്ട് അമ്പലങ്ങളിലും. പക്ഷെങ്കിൽ അമ്പലത്തിന്റെ ചുമരിൽ വരുന്ന ഈ നാഗങ്ങള് അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പെയിന്റിങ്ങിലൊക്കെ പോകാറുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ചുമർ ചിത്രമായിട്ടുള്ള ഡിസൈനിങ്ങിലും കുറച്ച് ഇതാണ്. അപ്പൊ അതിനിപ്പോ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോ ചിത്രത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒരു നിശ്ചിത കാലത്തില് ഇടയ്ക്ക് തീർക്കണം ഒരു ആഗ്രഹമുണ്ടാവും. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച് ചെയ്തൊരു വർക്കിനെ കുറിച്ച് ഓർമ്മിക്കാൻ? ഏറ്റവും കൂടുതൽ പിന്നെ സമയം എടുത്ത് വരച്ചൊരു ചിത്രം എന്ന് പറഞ്ഞാല് നമുക്കൊരു അമ്മയുടെ മുലപ്പാല് കുടിക്കുന്ന ഒരു കുഞ്ഞിന്റെ ചിത്രമാണ്. അത് കളർ പെൻസിൽ ചെയ്തിയാണ്. അപ്പൊ അതിനകത്ത് ഈ കണ്ണുകളില് ഒരു കുട്ടിയുടെ ഒരു ദൈന്യത, അപ്പൊ അതൊരു വല്ലാത്തൊരു എന്നെ തന്നെ ഒരുപാട് സ്വാധീനിച്ച ചിത്രമാണ്. ആ ഒരു കണ്ണിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു വലിയ കണ്ണുനീര് ചിത്രമാണത്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കണ്ണിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ കുട്ടിയുടെ ഒരു ഭീതിപ്പെടുത്തുന്ന നോട്ടം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അതിനകത്ത് ഓരോ പോയിന്റിലും ഓരോ ചിത്രത്തിന്റെ സംഭവമുണ്ട്. ഒത്തിരി സമയം അതിനാണ് കൂടുതൽ ഒരു വൈകാരികമായിട്ടുള്ള ഒരു മുഹൂർത്തം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ചിത്രത്തിന് ഒരു മാസം 2 മാസം 1.5 മാസം ഒക്കെ എടുത്തിട്ട് പൂർത്തിയാക്കിയ ചിത്രം അത്. ഈ മെറ്റീരിയലുകൾ തമ്മിൽ പ്രത്യേകതയുണ്ടോ? വരച്ചിരിക്കുന്നത് നമ്മൾ ഒരു ചിത്രം ഒരു സാധനം അവിടെ വെച്ച പോലെ നമുക്ക് തോന്നും. ഇതൊരു 3D അതിന് ഈ ഒരു പേപ്പറിന് പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഐവറി ചാർട്ടാണ്. കുറച്ച് കട്ടിയുള്ളത്. ഇത് നോർമൽ ചാർട്ടാണ്. കളറിൽ വ്യത്യാസമുണ്ട്. അതൊരു 3D എഫക്ട് നമുക്ക് ആ ചിത്രങ്ങൾ വന്നു. അത് അതായത് ആരും ശ്രദ്ധിക്കാത്തൊരു സാധനത്തെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചു. പ്ലാവില, അതുപോലെ തന്നെ വരക്കാൻ ഉപയോഗിക്കുന്ന ഈ വാട്ടർ കളർ ട്യൂബുകൾ അവരെ തന്നെ പുറത്തേക്ക് ഞാനൊന്ന് കൊണ്ടുവരാൻ വെച്ചു. അതുപോലെ തന്നെ നമ്മള് ചിക്കൻ കറിയൊക്കെ എന്നും വേണ്ട ചിക്കൻ കറി, കാരണം ചിക്കനോട് കുറച്ച് പ്രിയം കൂടുതലാണ്. വയറിലായതും ചിക്കൻ കറിയാണ്. അപ്പൊ ചിക്കൻ മസാല കൊണ്ട് ചിക്കൻ കറിയായി. അതുപോലെ തന്നെ ഊണിന്റെ ചിത്രമുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞു ഓണത്തിന് വരച്ചു കൊടുത്ത് മോളെ മുമ്പിൽ ഇരുത്തി ഒരു സദ്യ. ചിക്കൻ കറിയായി. ഇനിയിപ്പോ മൊത്തം സദ്യ തന്നെ. അപ്പൊ വാട്ടർ കളർ മോക്ക് ചെയ്ത് കൊടുത്താ. ഇത് വാട്ടർ കളർ അല്ലേ? ഇതൊക്കെ എത്ര ദിവസത്തിന്റെ? ഇത് ഒരാഴ്ച കൊണ്ട് എടുത്ത് ചെയ്ത് കൊടുത്തു. ഓണം വരുന്നു മുൻകൊണ്ടും എല്ലാം ഓരോ കാര്യങ്ങളും ചെയ്ത് അവസാനം ഭക്ഷണത്തിലേക്ക് നീങ്ങി. ഒരു ചിത്രകാരനിലെ സൂക്ഷ്മത നമുക്ക് ഇതിന്റെ അകത്ത് കാണാം. കാരണം സാധാരണ നമ്മൾ ഈ ഒരു ചിത്രത്തിന്റെ പ്രാധാന്യത്തിനപ്പുറം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കരിയില്ല. ഇതെന്തെങ്കിലും അഭിപ്രായം കിട്ടിയിട്ടുണ്ട്? ഇതില് അഭിപ്രായങ്ങൾ പറഞ്ഞാൽ കൂടുതലും ആൾക്കാർ പറഞ്ഞത് നമ്മൾ ചവിട്ടി മെതിച്ച് നടക്കുന്ന ഒരു കരിയിലൊക്കെ പോലും നിങ്ങളുടെ ഒരു ഞാനും ശ്രദ്ധിക്കുന്ന അതിനൊരു കളറും അതിന്റെ ഒപ്പം തന്നെ മനസ്സിൽ കീഴടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. അതാണ്. അതിൽ ഒരുപാട് ഇലകളുടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളാണ്. അതായത് ഒരു ഇല തന്നെയാണ് പല കളർ മാറി. അതുപോലെ തന്നെ നമ്മളൊരു ഈ വട്ടയിലയുടെ ആ ചുരുളിമയും, അതുപോലെ തന്നെ അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് തന്നെ ഈ ഗ്ലാസിന്റെ ആ കുപ്പിയുടെ ഒരു ലൈറ്റിംഗ് ആണ്. അതാണ് കുറച്ചുകൂടി അതിന്റെ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ നിസ്സാരമായിട്ട് പോകുമ്പോൾ കാണുമ്പോൾ സംഭവങ്ങൾ ഒന്ന് ക്യാപ്ചർ ചെയ്തെടുക്കുന്ന ചിത്രങ്ങളാണ് വാട്ടർ കളർ ചെയ്ത് ഉറക്കാറ്. ഒരു ചിത്രകാരനായതുകൊണ്ടാണോ ഒരു ചിത്രകല അധ്യാപകൻ എന്ന ജോലിയിലേക്ക് തിരിയാൻ കാരണം? ചിത്രം ചെറുപ്പം മുതലേ തന്നെ ചിത്രം വരക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കഴിവുള്ളത് കുട്ടികളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ സമൂഹത്തിൽ എത്തിക്കുക എന്നുള്ളൊരു
ധാരണ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാനൊരു ചിത്രകല അധ്യാപകൻ എന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളത്. അതിന് ഒരുപാട് പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ തരണം ചെയ്ത് അതിജീവിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ അതിൽ ഞാൻ ഈശ്വരനോട് കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ മീഡിയങ്ങൾ നമുക്ക് സഹായത്താക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളിലും അതുപോലെ തന്നെ സമൂഹത്തിൽ എത്തിക്കുക, അതാണ് നമുക്ക് കൂടുതൽ ഞാൻ നോക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾ ശിക്ഷണം ഒരുപാട് നടത്തുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ നമ്മൾ ഹൈ ലെവലിൽ ഇപ്പം ഒരുപാട് കുട്ടികൾ ഈ BFA ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു സന്തോഷം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ യൂത്ത് ഫെസ്റ്റിവലിൽ ഇവിടെ സബ് ജില്ലാ തലത്തിൽ പെൻസിൽ ഷെയ്ഡിങ്ങിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടി ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിയാണ്. അപ്പോൾ ഉളിക്കല്ലുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് മനസ്സ് സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കുട്ടിക്ക് സമ്മാനം കിട്ടുമ്പോഴും കുട്ടികളൊരു പദവിയിലെത്തുമ്പോൾ നമുക്ക് ഒരുപാട് ഇപ്പൊ ഏകദേശം 2000-ലധികം ചിത്രങ്ങൾ വരച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ചിത്രങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിട്ട് വീട്ടുകാരിക്കാണ് ഏറ്റവും ജോലി അല്ലെ? അപ്പൊ കുടുംബത്തിന് സപ്പോർട്ടാണ് ഇതിന്റെ. അപ്പൊ കുടുംബത്തെ കുറിച്ച് ചോദിക്കട്ടെ, ആരൊക്കെയാണ്? ഭാര്യയുണ്ട്, പിന്നെ ഭാര്യ ജ്യോതിയാണ്, ഹൗസ് വൈഫാണ്. അതാണ് ജ്യോതിസ് എന്നുള്ള വീട്ടുപേര് വന്നത്. പിന്നെ മകള് ആവണി, അവളിപ്പം 10ാം ക്ലാസ് IRT സ്കൂളിൽ പഠിക്കുന്നു. പിന്നെ അച്ഛനൊരു 6 വർഷം മുന്നേ മരണപ്പെട്ടു പോയതാണ്. അമ്മയുണ്ട്, അമ്മ 2 സഹോദരിമാരുണ്ട്. അമ്മ സഹോദരിമാരൊക്കെയാണ് ഉള്ളത്. ഇപ്പൊ തൊട്ടപ്പുറം നമ്മളെ കുടുംബ വീടുണ്ട്, പൊളിച്ചിട്ടിട്ടുള്ളത്. വരുമ്പോഴും ഞങ്ങൾ ആ ഒരു തെളിച്ചം കണ്ടു, ഒരു വെളിച്ചവും തെളിച്ചവും ചിത്രങ്ങളും കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ തെയ്യത്തിന്റെ ഇതിന്റെ പുറമെ നമുക്ക് അനുഷ്ഠാനപരമായിട്ടുള്ള തെയ്യം കലാകാരനാണ്. ആ ഒരു മേഖലയുണ്ട്, അതാണ് കലാകാരന്റെ. അപ്പൊ അത് തെയ്യം ചെണ്ട കൊട്ടും. അപ്പൊ ഈ നാട്ടിന്റെ ഒരു ഇപ്പൊ അച്ഛനില്ലാതെ കൊണ്ട് നാട്ടിന്റെ ഒരു മേൽനോട്ടം ജന്മാരി എന്നുള്ള രീതിയിൽ അങ്ങനെ ഇതിനകത്ത്. അപ്പൊ കൂടുതൽ സമയം അതിന് പുറത്തേക്ക് പോകാൻ പറ്റാറില്ല. നമ്മൾ സംക്രമം നാട്ടിലുള്ള തെയ്യങ്ങൾ അതിനൊക്കെ ചെയ്യുന്നതാണ്. അതിന് പുറമെ ഇത് ആണല്ലോ നമ്മളെ ഉപജീവനമാണ്. അപ്പോൾ നാട്ടിൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റാതെ കൊണ്ട് മറ്റുള്ളവർക്ക് നമുക്കങ്ങനെ ഒഴിച്ചു ഇടാൻ പറ്റില്ല, അവരെ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത കൊണ്ട് നാട്ടിലത്തെ കാര്യങ്ങൾ നോക്കി നിൽക്കുന്നു. പുറത്ത് ഒരുപാട് തെയ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, സമയത്തിന്റെ. പിന്നെ ട്യൂഷനായിട്ട് ഞാനൊരു ചിദംബരം കലാക്ഷേത്രത്തിൽ ഒരു 10 വർഷമായിട്ട് ചിത്രരചന ക്ലാസ്സുകൾ ഇപ്പോൾ ഞായറാഴ്ചകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് എനിക്ക് വന്നൊരു പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നൊരു 2000-3000 മേലെ കുട്ടികൾക്ക് ഈ ചിത്രകല ഈ കാലയളവിനുള്ളിൽ. പിന്നെ ഓൺലൈനായിട്ട് ഈ കൊറോണ സമയത്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം പിന്നെ ഒമാനിൽ അതുപോലെ തന്നെ ഷിംലയിലൊക്കെയുള്ള ആൾക്കാർ കോണ്ടാക്ട് ചെയ്തിട്ട് അവർ കണ്ണൂർ ജില്ല താമസം, പക്ഷെ ജോലി രാജ്യത്താണ്. അപ്പൊ അങ്ങനെ കുറച്ച് ഓൺലൈൻ ക്ലാസ്സുകൾ ഇപ്പോൾ ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതൊരു വലിയൊരു നേട്ടം തന്നെയാണ്. അതൊരു 5-6 വർഷമായിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവന്നുണ്ട്. അപ്പൊ അതിൽ പല രാജ്യങ്ങളിലുണ്ട്, പല ജില്ലകളിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഒരു മേഖലയിൽ എന്നാൽ നമ്മളെ സ്നേഹിക്കുന്നത്, നമ്മളെ ചിത്രകലയെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളോടൊപ്പം. ഈ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ ഇവർക്ക് ആദ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം സോഷ്യൽ മീഡിയ വഴി തന്നെയാണ്. സോഷ്യൽ മീഡിയ വഴി തന്നെയാണ്. അത് നമ്മളെ പല ഗ്രൂപ്പുകളും, പഠിച്ച സ്കൂൾ ഗ്രൂപ്പ് ഉണ്ട്, അതിന് പുറമെ അധ്യാപക ഗ്രൂപ്പ് ഉണ്ട്, അതിന് പുറമെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. എല്ലാ സപ്പോർട്ടാണ്. നാട്ടിൽ അവസാനമായി ചെയ്തത് ഇവിടെ ഒരു നമ്മളൊരു പിന്നെ വിഷു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു. ശാല ടീച്ചർ അന്ന് ഉദ്ഘാടനം ചെയ്തത്. അത് ജീവിതത്തിൽ ഒരു മറക്കാൻ പറ്റാത്ത സംഭവമാണ്. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു പിന്നെ ഉളിയിൽ ഗവൺമെന്റ് UP സ്കൂളിൽ അവിടുത്തെ ഒരു പിന്നെ ഒരു 30ഓളം കുട്ടികളും ഒരു 4-5 അധ്യാപകരും സ്റ്റാഫുകളെല്ലാം വന്നിട്ട് നമ്മളൊരു കലാധ്യാപകർക്കൊപ്പം എന്നുള്ളൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതിനൊരു വലിയൊരു മൊമെന്റോ കിട്ടിയിട്ടുണ്ട്. കാരണം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവം. കുറെ നാടകങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അംഗീകാരം അല്ലേ? അതാണ് അത് ഹോബിയായിട്ട് തുടങ്ങിയതായിരുന്നോ? ഇത് എനിക്ക് തോന്നുന്നത് പെൻസിൽ അല്ലെങ്കിൽ ഒരു പേനയൊക്കെ നമ്മൾ കൈക്കൊരു ബലം വെക്കുന്ന സമയത്ത് ഒരു ബലം ഉണ്ടാകുന്ന സമയം ഉണ്ടല്ലോ. അപ്പൊ അതിന് മുന്നേ ഞാനത് ചെയ്തു. അതായത് അംഗൻവാടി പഠിക്കുന്ന ഒരു 2 വയസ്സിന്റെ ആ സമയത്തൊക്കെ വരച്ചു കൂട്ടുമായിരുന്നു. അത് പിന്നീട് ചില ചിത്രങ്ങളെ വന്നു. അതിൽ നിന്നാണ് പിന്നെ കുറച്ച് രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ തെയ്യങ്ങളും പിന്നെ അതുപോലെ തന്നെ കഥകളിക്കെല്ലാം പ്രാധാന്യം എല്ലാം കൊടുത്തിട്ടുണ്ട്. ജീവിതത്തിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും, നിത്യജീവിതത്തിൽ കാണുന്ന സാധനങ്ങളും അതുപോലെ നമ്മുടെ മനസ്സിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ ചിത്രീകരിക്കാറുണ്ട്. പിന്നെ പരമാവധി ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നമ്മളെ നാട്ടും പുറത്ത് നമ്മൾ പിന്നെ നിസ്സാരമായിട്ട് കാണുന്നത് അതാണ്. ആ കരിയിലക്കൂട്ടിലുള്ള കുപ്പി, പിന്നെ അതുപോലെ തന്നെ മുട്ടക്കറി, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ തന്നെ ആരും അങ്ങനെ നിസ്സാരമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിനെ നമുക്ക് എന്തുകൊണ്ടൊരു നല്ല രീതിയിൽ കൊണ്ടുവന്നുകൂടാ. അങ്ങനെയാണ് ഞാൻ പല ചിത്രങ്ങളും ഞാൻ തന്നെ ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ള കുറെ ചിത്രങ്ങളാണ് അതിനകത്തുള്ളത്.
അപ്പോൾ പ്രകൃതിയോടാണ് കൂടുതൽ താല്പര്യം. പ്രകൃതി നമുക്ക് നശിച്ചു പോകാത്ത രീതിയിലേക്ക് നമ്മൾ ചിത്രങ്ങളിലൂടെ എങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട്. മാതാപിതാക്കളോട് ഏത് കൊച്ചാണ് നല്ലതെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റില്ല. പക്ഷെ ഞാനിവിടെ കയറി വന്നപ്പോ തന്നെ പറഞ്ഞു ഒത്തിരി ചിത്രങ്ങൾ ഒന്നിനൊന്ന് അത് മനസ്സിനെ കീഴടക്കി പോകുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ അഭിപ്രായം കിട്ടിയ ചിത്രങ്ങൾ ഏതൊക്കെയാ? മനസ്സിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും ചിത്രങ്ങളിൽ അഭിപ്രായങ്ങൾ കിട്ടിയ ചിത്രങ്ങൾ ഏതൊക്കെയാണ്? അഭിപ്രായങ്ങൾ കൂടുതൽ കിട്ടിയത് ഞാനൊരു പ്രളയബാധിത സമയത്ത് അതിനെ പ്രളയാനന്തരം എന്ന് പറഞ്ഞൊരു ചിത്രം, ഒരു അഭിപ്രായമുള്ള ഒരു ചിത്രമായിരുന്നു. അത് വീടൊക്കെ വെള്ളത്തിൽ മുങ്ങിയ സമയത്ത് അതിൽ നിന്ന് കുറച്ചൊരു റിലാക്സ് ആയ സമയത്ത് ഒരു മുത്തശ്ശി വീട്ടിലേക്ക് കയറി വാതിൽ തുറക്കുന്ന ഒരു ചിത്രം, മുത്തശ്ശി. അപ്പൊ ആ ചിത്രത്തിന് കുറച്ചുകൂടി ഒരു കമന്റ്സ് കിട്ടിയാണ്. അതുപോലെ തന്നെ ആണ് നമ്മളെ ഈ ഒരു പ്രളയത്തിന് സമയത്തുള്ള ചില വീടുകളെല്ലാം കട്ട എല്ലാം പൊട്ടി നാശമായിട്ടുള്ള ചിത്രങ്ങൾ. അങ്ങനെ പ്രകൃതിയോട് അനുബന്ധമായി വരക്കുന്ന ചിത്രങ്ങൾക്ക് ഒരുപാട് കമന്റ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ള ചിത്രങ്ങൾ എന്ന് പറയുന്നത് കുറച്ച്, അതായത് വരക്കാൻ കുറച്ച് പ്രയാസമുള്ള ചിത്രങ്ങൾ. അതായത് നേരത്തെ കാണിച്ച അക്വേറിയത്തിലുള്ള മീനുകൾ, അതുപോലെ തന്നെ ഈ മുട്ടക്കറികൾ, അങ്ങനെയുള്ള തന്നെ ചിലവർ വരക്കാനൊരു പ്രയാസപ്പെട്ട് കുറച്ച് മാറ്റിയെടുക്കുന്ന ചിത്രങ്ങളാണ്. അപ്പൊ അതിൽ ഞാൻ കൂടുതലും റിയലിസ്റ്റിക് കൊണ്ടുവരുമ്പോഴാണ് അതിന് കൂടുതൽ അഭിപ്രായങ്ങൾ വരുന്നത്. കാരണം ഇത് ഇത്രമാത്രം എഫേർട്ട് എടുത്ത് ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു, അതുപോലെ തന്നെ അതിന്റെ തനിമ നഷ്ടപ്പെടാതെ അതിന്റെ ആ റിയലിസ്റ്റിക്ക് എങ്ങനെ നിങ്ങൾ കൊണ്ടുവരുന്നു എന്നൊക്കെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അതും ചില റിസ്ക്കുള്ള മീഡിയയാണ് ഈ വാട്ടർ കളർ. അപ്പൊ അതിൽ നമ്മൾ വെള്ള പ്രതലം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അത് പേപ്പറിന്റെ വെള്ളയാണ്. അത് നമ്മൾ പിന്നെ അത് മാറ്റിയെടുത്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അവിടെ വിട്ടു വെക്കണം. ബാക്കി ഭാഗങ്ങളിൽ നമ്മൾ കളർ ഉപയോഗിക്കാവൂ. അപ്പൊ ആ ഒരു അതിസൂക്ഷ്മമായിട്ടുള്ള സംഭവത്തിന് മാത്രമേ വാട്ടർ കളർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കറുപ്പ് കളർ, കറുത്ത കളറൊക്കെ നമുക്ക് നേരിട്ട് കറുപ്പ് ഉപയോഗിക്കുന്നില്ല. ഇതിനകത്തൊന്നും ഞാനൊരു കറുപ്പ് കളർ ഉപയോഗിച്ചിട്ടില്ല. പെൻസിൽ കളർ നമുക്ക് കറുപ്പ് ഉപയോഗിക്കാം. പക്ഷെ വാട്ടർ കളറിൽ നമുക്കൊരു നീല, ചുവപ്പ്, പച്ച എന്നീ മീഡിയം കളറുകളുടെ മിക്സിംഗ് ആണ് നമുക്ക് ബ്ലാക്ക് കളറായിട്ട് വരുന്നത്. അതാണ് അതിന്റെ പ്രത്യേകതയായിട്ട് വരുന്നത്. അപ്പൊ അത് കൂടുതൽ ആളുകൾ എടുക്കാൻ ഒരു പ്രയാസപ്പെടുന്ന മീഡിയമാണ് ഈ വാട്ടർ കളർ എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് പിന്നെ അക്കറിലേക്ക് വേണ്ടി ഈ പിന്നെ ഓയിൽ പെയിന്റ്, ഇങ്ങനെയുള്ള പെയിന്റ് ഒക്കെ നമുക്ക് വൈറ്റ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ വാട്ടർ കളർ നമുക്ക് പ്രതലത്തിന്റെ വൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു അല്ലെ. ഏതെങ്കിലും ഒരു വർക്ക് നമ്മൾ ചെയ്യാൻ വെച്ചിട്ട് വേറെ വർക്ക് ഇടിച്ചു കയറി വന്നപ്പോൾ മാറ്റി വെക്കേണ്ടി ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ? മാറ്റി വെക്കേണ്ടതെന്ന് പറഞ്ഞാല് നമ്മള് പിന്നെ ചില വർക്കുകളുണ്ട്, കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുക്കേണ്ട വർക്കിന്റെ സമയത്ത് ഈ ചില വർക്കിനോട് ഒരു താല്പര്യം തോന്നിട്ട് അതവിടെ വെച്ചിട്ട് ചെയ്യരുത് വർക്ക് ഉണ്ട്. അതിൽ ഒന്നാമത്തെ വരുന്നത് ഒരു പിന്നെ വെള്ളത്തിന്റെ മേലേക്ക് ഒരു ഇലയുടെ അകത്ത് ഒരു തവള എത്തി നോക്കുന്ന ഒരു ചിത്രം. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ വെള്ളത്തിനകത്ത് ഈ ഇലയുടെ ഒരു വെള്ളത്തിന്റെ തുള്ളിയുണ്ട്. അപ്പൊ അതൊന്ന് പിടിച്ചു നിർത്തിയിട്ട് തവള എത്തിപ്പിടിക്കുന്ന ഒരു സംഭവം. അതിന്റെ ഒരു മുക്കാഭാഗം വെള്ളത്തിലാണ്, അത് നമുക്ക് ക്ലിയർ അല്ല. പക്ഷെ തലയുടെ ഭാഗം മാത്രമേ തവളയുടെ ഒരു പുറത്ത് കാണുന്നുള്ളൂ. അപ്പൊ ആ ഒരു സംഭവത്തിന് മനസ്സിൽ കുറച്ചൊരു വല്ലാത്തൊരു സംഭവം തോന്നിയിട്ട് ഞാൻ വേറെ വർക്ക് മാറ്റി വെച്ച് ചെയ്തൊരു വർക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില ചിത്രങ്ങൾ നമുക്ക് മനസ്സിനെ കീഴ്പ്പെടുത്തിയിട്ടുള്ള ചിത്രങ്ങളാണ്. അതിനൊക്കെ ഒരുപാട് കമന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഈ ചിത്രങ്ങളൊക്കെ നന്നായിട്ട് ഉറക്കം ഒഴിഞ്ഞ് അത്രയും കഷ്ടപ്പെട്ട് വരച്ചു എഴുതിയല്ലേ. അപ്പൊ ഇത് നമ്മളിപ്പോ ഈ ചിത്രം നമ്മുടെ ഈ പിന്നെ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്, പുറത്തു കൊടുത്തിട്ടാണ്? അല്ല, ഫ്രെയിം ചെയ്യുന്നത് നമ്മളെ ഇരിട്ടിയിലുള്ളൊരു സ്ഥാപനത്തിന് കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിനൊരു 1000 രൂപയോളം നമുക്ക് കോസ്റ്റ് വരും. അതൊരു ലാമിനേഷൻ ഒക്കെ ചെയ്തിട്ട് ലാമിനേഷൻ ചെയ്ത് അതിന്റെ മുകളിലാണ് ഇതിന് ഫ്രെയിം ചെയ്ത് ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിച്ചൊരു എമൗണ്ട് നമുക്കിന് കിട്ടാൻ ഇതിനൊക്കെ ഒറിജിനൽ ചിത്രത്തിനൊക്കെ ഒരു 10,000 രൂപ 12,000 രൂപ റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ ചിത്രങ്ങൾ സ്വീകരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് അതിന്റെ ചെറിയൊരു A3 സൈസിലാക്കിയിട്ട്
നമുക്കൊരു 1500-2000 രൂപക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അത് അവർക്ക് നമ്മളെ ചിത്രങ്ങൾ എത്തുകയും ചെയ്യും, അതെ അതെ ചെറിയൊരു കോസ്റ്റിൽ എത്തുകയും ചെയ്യും. നമുക്കൊരു 10,000 രൂപ എന്നെല്ലാം പറയുമ്പോൾ വലിയൊരു എമൗണ്ട് വലിയൊരു എമൗണ്ട് ആയിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 1.5 മാസം 2 മാസം വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ 10,000 രൂപ എന്നൊരു പൈസ അല്ല. അല്ല അല്ല അപ്പൊ അതുകൊണ്ടായ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഇത് 10-ന് മുകളിൽ 25-നോ 30-നോ കൊടുക്കാനും വാങ്ങാൻ ആളുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് അല്ലേ? കാരണം ഇപ്പോഴത്തെ കാര്യം തന്നെ ടൂറിസം റിസോർട്ട് ഇതൊക്കെ വെച്ചാൽ കാര്യങ്ങൾക്ക് അവർക്ക് ആവശ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശികൾ വന്നിട്ട് വാങ്ങിച്ചു പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഷോപ്പുകളിൽ ഇപ്പൊ പ്രദർശിപ്പിച്ചിട്ട് വിൽപ്പന നടക്കുന്ന ഒരു കാലഘട്ടം. കാരണം ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുക. കാരണം നമ്മുടെ വീട്ടിന് മുമ്പിലേക്ക് കുറച്ചും കൂടി ഭംഗിയുള്ള എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥാപനത്തിന് എന്തെങ്കിലും ഭംഗിയുള്ള വേണം. അപ്പൊ ഇത് നിങ്ങൾക്ക് അനുഗ്രഹം തന്നെയാണ്. ഭാവിയിലേക്ക് ഇതൊക്കെ കുറേയേറെ ഗുണങ്ങളാവട്ടെ. കാരണം ഇത് കഷ്ടപ്പാട്, ഇതൊന്നും സൂക്ഷിച്ചു വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയല്ലേ? അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കുറവാണ്. അതിനൊരു സംഭവം നമ്മൾ ഇവിടെ തന്നെ നടത്തണം എന്നൊരു ആഗ്രഹമുണ്ട്. മേലെ തന്നെ ഒരു ഗാലറി പോലാക്കിയിട്ട് അതിന്റെ സംഭവം നോക്കുന്നുണ്ട്. പിന്നെ ഇരട്ടിയിൽ നമുക്ക് അങ്ങനത്തെ ഒരു സംവിധാനം ആയാൽ കുറച്ചും കൂടി ഈ വളർന്നിരുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് ഇരട്ടി തന്നെ. അപ്പൊ അവർക്കെല്ലാം അതൊരു അനുഗ്രഹമായിരിക്കും. ഒന്നോ രണ്ടോ ചിത്രങ്ങൾക്കാണെങ്കിൽ നല്ല രീതിയിൽ അവിടെ കൊണ്ടുപോയി ചെയ്യാനും സെയിൽ ചെയ്യാനും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് അധികാരികൾ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വളർന്നു വരുന്ന ഒരു നാടില് അവിടുത്തെ കലാകാരന്മാർക്ക് ഇതൊക്കെ വിറ്റുപജീവനം നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കേണ്ടത് അധികൃതരാണ്. അപ്പൊ കാണുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെ പോലെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെയുള്ള കലാകാരന്മാർക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ആവശ്യക്കാരുണ്ട്. ഒത്തിരി പേര് ആവശ്യക്കാരെ കണ്ടെത്താൻ ഇവർക്ക് പറ്റത്തില്ല. അപ്പൊ ഇവർക്ക് ആവശ്യക്കാരെ കണ്ടെത്താനുള്ള ഒരു ഉദ്യമം എന്നുള്ള രീതിയിലേക്ക് അതിനുള്ള സംവിധാനങ്ങൾ കൂടി ത്രിതല പഞ്ചായത്തുകളൊക്കെ ചെയ്തു കൊടുക്കുക. ത്രിതല പഞ്ചായത്തൊക്കെ ചെയ്താൽ അത് കുറെ ആളുകൾക്ക് ഗുണകരമാവും. അതുപോലെ ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ എത്തിക്കാനുള്ള സംവിധാനമാക്കുക. അതിനുവേണ്ട സംവിധാനമൊക്കെ ഒരുക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത് പോർട്രേറ്റ് വർക്ക് അതിനകത്ത് പിന്നെ മുത്തപ്പനെ കണ്ടു, പറശ്ശിനി മടപ്പുര കണ്ടു, പഴയ പറശ്ശിനി മടപ്പുര കണ്ടു, മടപ്പുരയിലേക്ക് ഇറങ്ങി പോകുന്ന വഴിയിൽ ആ വെള്ളം അതും കണ്ടു. അപ്പം ചില ഏറ്റവും ഇഷ്ട ദൈവം എന്ന രീതിയിൽ തന്നെ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫോട്ടോസ് ഇപ്പൊ നമുക്ക് ഛായാചിത്രങ്ങൾ എന്ന രീതിയിലല്ല ഇത് വരുന്നത്. ഇത് നമുക്ക് വീടുകളിലൊക്കെ വേണ്ടപ്പെട്ടവരൊക്കെ വരക്കണമെന്ന് അത് നിങ്ങൾ വരച്ചു കൊടുക്കാറുണ്ട്. ചില ഓഫീസുകളിൽ ഞാനിപ്പോ ഒരു ഗാന്ധിജിയുടെ ചിത്രം വരച്ചത് പിന്നെ ഈ നമ്മളെ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഗാന്ധിജി, നെഹ്റു എല്ലാം കണ്ടു. ഗാന്ധിജിയുടെ ആ ഫോട്ടോയുടെ സൈഡില് വർക്ക് പോലും നിങ്ങൾ ചെയ്തല്ലേ? ഈ പോർട്രേറ്റ് വർക്കുകളുടെ പ്രത്യേകത ഇത് കുറെ കാലം ഈട് നിൽക്കുമോ? കുറെ കാലം ഒരു 15 വർഷം ആയിട്ടൊക്കെ ഉള്ള ചിത്രങ്ങൾ എന്റെ കയ്യിൽ 15 വർഷമായിട്ട്. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ഈ ഒരു നമുക്ക് ലാമിനേഷൻ കൂടി ചെയ്തു കഴിഞ്ഞാൽ കുറെ കാലം ഒരുപാട് കാലം നിൽക്കും. നമ്മൾ പിന്നെ ഇത് കളർ സ്കെച്ച് ആണോ? കളർ പെൻസിലാണ്. കളർ പെൻസിൽ ഉപയോഗിച്ച് ചെയ്തതാണ്. ഇതൊക്കെ എത്ര ദിവസം ഏകദേശം എടുത്തിട്ടുണ്ടാവും? ഇതൊക്കെ ഒരു പിന്നെ 2 ദിവസം കൊണ്ട് എടുത്ത് ചെയ്തതാണ്. 2 ദിവസം കൊണ്ട് ചെയ്തതാണ്. ഒരു പെൺകോയ്മ എന്ന് പറയുന്നൊരു സംഭവത്തിന് കിട്ടിയൊരു സംഭവമാണ്. അപ്പൊ അതിന്റെ ഒരു അതിനകത്ത് തന്നെ ആകർഷിച്ചെന്നുണ്ടെങ്കിൽ ആ ഒരു കളറിന്റെ ഒരു സംഭവം അതുകൊണ്ട് തന്നെ മനസ്സിൽ പിടിച്ചു. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ ആ ലൈറ്റ് ഷെയ്ഡ് ഒരുപാട് പിന്നെ ഒരു പ്രത്യേകതയുള്ള ചിത്രങ്ങളായിരിക്കും. ഞാൻ ഒരു ചിത്രം വരയ്ക്കാൻ തുടങ്ങിയാലേ അത് തീരാൻ വേണ്ടി നമ്മൾ മറ്റെല്ലാം മറന്നുപോലെ. അപ്പം ഇത് തീർത്തിട്ടേ ഇറങ്ങോളൂ അടുത്ത പ്രൊജക്ട് എന്നുള്ള ചിന്തയിൽ വരക്കാൻ തുടങ്ങും. അങ്ങനെ വരക്കാൻ തുടങ്ങല്ല. ഞാൻ കൂടുതൽ സമയം ഇരിക്കില്ല. നമ്മൾ ചിലപ്പോൾ 3/4 മണിക്കൂർ 1 മണിക്കൂർ അത്രയും നേരം തിരിക്കും. പിന്നെ അടുത്ത ദിവസമാണ് പിന്നെ വരുന്നത് അതിലേക്ക് ബാക്കിയുള്ള. പിന്നെ അങ്ങനെ ഇതൊക്കെ സമയം കൂട്ടി നോക്കുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ 1-2 ആഴ്ച 3 ആഴ്ച എന്നൊക്കെ പറയാം. തന്നെ തുടർച്ചയായിട്ടിരിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളെ ജോലിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ വളർന്നു വരുന്ന ഒരു തലമുറയുണ്ട് മുമ്പിലേക്ക്. അവർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്, നൽകാനുള്ളത്? വളർന്നു വരുന്ന തലമുറക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കലാകാരൻ എന്ന രീതിയിൽ നമ്മളെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മളെ ഉള്ളിലൊരു കലയുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റുന്ന രീതിയിൽ അത് നമ്മളെ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതൊരു പരമപ്രധാനമാണ്. ചില ചിത്രം വരക്കാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അത് ഒരിക്കലും പബ്ലിസിറ്റി കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അവരെ ചുമരിൻ്റെ അകത്ത് ഈ പേപ്പറിനകത്തൊക്കെ ഒട്ടിച്ച് വെച്ച കുറച്ച് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു കഴിവ് നമ്മൾ പുറത്ത് കൊണ്ടുപോയാൽ മാത്രമേ നമ്മളിലുള്ള ഇങ്ങനൊരു കഴിവുണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാകും. അപ്പോൾ അതോടൊപ്പം തന്നെ ചില ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ പേടിപ്പെടുന്ന ചിത്രങ്ങൾ, അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടം തോന്നുന്ന ചിത്രങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു പിന്നെ രാത്രിയൊക്കെ നമുക്ക് തണുത്ത് പറക്കുന്ന പോലത്തെ ഇങ്ങനെയൊക്കെ ചിത്രങ്ങളെല്ലാം ഒരു കലാകാരൻ്റെ ഭാവനയിലുള്ളതാണ്. അപ്പൊ അതിനെ നമ്മൾ അതേ രീതിയിൽ കൊണ്ടുവരിക എന്നതാണ് ഒരു കലാകാരന്റെ കഴിവ്. അപ്പൊ ആ ഒരു പിന്നെ നമ്മൾ സംഭവം ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളെ ചില ചിത്രങ്ങൾ നമ്മളെ കണ്ട് ആ ചിത്രം എനിക്ക് വരക്കണം എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചില ചിത്രത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പിന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ഏജ് ലിമിറ്റ് ഒന്നും ഞാൻ കണക്കാക്കുന്നില്ല.
ഇപ്പം ഒരു 3.5 വയസ്സുള്ള കുട്ടി മുതൽ ഒരു 25, 28, 30 വയസ്സുള്ള ആൾക്കാർക്ക് എൻ്റെ കീഴിൽ പഠിക്കുന്നുണ്ട്. ഇപ്പം ലൈവായിട്ട് ഓൺലൈനായിട്ടൊക്കെ പഠിക്കുന്ന ഒരു പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും അവരുടെ മനസ്സിലൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചിത്രകലയെ പ്രോത്സാഹിപ്പിച്ച് ചിത്രകലയെ കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പം അതിൽ നമുക്ക് പറ്റുന്ന ഒരു അനുഗ്രഹം, ഈശ്വരൻ തന്നൊരു അനുഗ്രഹം നമ്മൾ പകർന്നു കൊടുക്കുന്നതാണ് ഇപ്പോൾ. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ ഒരുപാട് വിമർശനങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ അതിനെ വിമർശനങ്ങൾ ഒരുപാട് പിന്നെ ഞാൻ നേരിട്ടിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ കുട്ടിക്കാലത്ത് ഞാൻ ഈ കളിമണ്ണ് കൊണ്ടൊക്കെ ശില്പം ഉണ്ടാക്കുമായിരുന്നു. കളിമണ്ണ് കൊണ്ട് മണ്ണ് കുഴച്ചിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു കളിമണ്ണിന്റെ അവസ്ഥ നമുക്കറിയാലോ. കളിമണ്ണല്ല, നമ്മൾ സാധാരണ മണ്ണിന്റെ അവസ്ഥ നമുക്കറിയാം. വെള്ളം കൊണ്ടുവന്നാൽ അന്നേരം അത് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മളെ ആ ഒരു പിന്നെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടിക്കാലത്തിന്റെ അവസ്ഥയല്ല അന്നത്തെ എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലുള്ള കാര്യങ്ങളൊക്കെ മാറി. മാങ്ങ പറിച്ചു, വെള്ളത്തിലൂടെ എല്ലാം ഇതാണ് നമ്മളെ കുട്ടിക്കാലം. അപ്പൊ ആ സമയത്ത് ഞാനൊരു കഥകളിയുടെ പൂർണ്ണമായിട്ടുള്ളൊരു ശില്പം ഞാൻ ചെയ്തിട്ട് നമ്മളെ പഠിച്ച എടക്കാനം LP സ്കൂളാണ്, അവിടെ കൊണ്ടുവന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മളെ ഒന്നിച്ചുള്ള കുട്ടികൾ ഒരു കപ്പിൽ വെള്ളം എടുത്ത് അതിന്റെ മേലോട്ടം ഒഴിച്ചു. ആ ഒഴിച്ചു കഴിഞ്ഞ സമയത്ത് അന്നേരം ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ ഒരു 10 മിനിറ്റ് ആകുന്നതിന് മുന്നേ ഇത് മൊത്തം ഒടിഞ്ഞു പോയി. അപ്പൊ അന്നേരം നമുക്ക് വല്ലാതൊരു മാനസികമായി എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ പെയിന്റ് ഒന്നും ഇല്ല. അന്ന് നമുക്ക് കല്ലൊക്കെ അരച്ചിട്ടാണ് പെയിന്റിൽ എടുക്കുന്നത്. അതുപോലെ തന്നെ കരിയൊക്കെ ആയിട്ടാണ് ഇതൊക്കെ ചെയ്യുക. അത് പച്ചയിലൊക്കെ വരിയത്താക്കിയിട്ട് പച്ച കളറൊക്കെ ചെയ്യുക. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചിലപ്പോൾ തോന്നും നമുക്ക് നിർത്തിയാലോ എന്നുള്ള. പക്ഷേ എങ്കിൽ മനസ്സിന്റെ ഉള്ളിലൊരു ചെറിയൊരു അംശം അവിടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടാണ്. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ചില പ്രദർശനങ്ങളിൽ വെക്കുമ്പോൾ ചില രാഷ്ട്രീയ പ്രവർത്തകരുടെ ഫോട്ടോ ഒക്കെ വെക്കുമ്പോൾ പല പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത്, ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിയെന്നോ ഒരു നേതാവെന്നോ ഇല്ല. അവർക്കെല്ലാം അവരുടെ ഇതാണ്. അപ്പോൾ ഏത് ദൈവത്തിന് വേണമെങ്കിൽ വരക്കാം, ഏതാളെ വേണമെങ്കിൽ നമുക്ക് വരക്കാം. അപ്പോൾ അതില് ഒരു പിന്നെ അതിനൊരു പരിമിതിയില്ല. അതാണ് ഒരു കലാകാരന് ഇഷ്ടമാണ്. എങ്ങനെ പഠിക്കാം. നമ്മളൊരു വീട് വരച്ചിട്ട് അവിടെ ഒരു കൊട്ടാരാക്കുന്ന കലാകാരന്റെ സ്വാതന്ത്ര്യം. അപ്പോ അങ്ങനെ വരുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ വരക്കുമ്പോൾ അത് ഇന്ന പാർട്ടിക്കാരനാണ്. അപ്പൊ അങ്ങനെയൊക്കെ വന്ന അത് ചില മൈൻഡുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും ഞങ്ങളെ മനസ്സിലങ്ങനെ അതിനെ മൈൻഡ് ചെയ്തില്ല. മുന്നോട്ടേക്ക് നമ്മൾ ഓരോ ചിത്രങ്ങൾ ചെയ്യുമ്പോഴും മുന്നോട്ടേക്ക് വരകൾ കൊണ്ട് വർണ്ണനകൾ തീർക്കുകയാണ് ഈ എപ്പിസോഡ്. ഈ വരകളുടെ മായാ ലോകത്ത് നിൽക്കുമ്പോൾ എല്ലാം കാണിക്കണമെന്നുണ്ട്. പക്ഷെ കാണിക്കുന്ന ഒരു പരിധി ഉണ്ടല്ലോ. ഈ ഒരു നിശ്ചയ ടൈമിലൊക്കെ അത്രയും കാണിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇനി ഒത്തിരി 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 ചിത്രങ്ങൾ ഈ മനസ്സിലുണ്ട്. അത് ക്യാൻവാസിലേക്ക് പകർന്നു നൽകാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. സന്തോഷം. കലാകാരന്മാർക്ക് വേണ്ട പരിഗണന കലാലോകം നൽകുമെന്നുറപ്പാണ്. എങ്കിലും ഇരിട്ടി പോലുള്ള നാടുകളിൽ ഇത്തരത്തിലുള്ള കലാകാരന്മാർക്ക് വേണ്ടി ഒരു ആർട്ട് ഗാലറി, മറ്റു പഞ്ചായത്തുകളെ അല്ലെങ്കിൽ മറ്റ് മുനിസിപ്പാലിറ്റികളിലൊക്കെ ഉള്ളതുപോലുള്ള ഒരു ആർട്ട് ഗാലറിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുണ്ടാകണം. ഒത്തിരി കലാകാരന്മാരുണ്ട്. അവർക്കുള്ള അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാനും അതുവഴി ഉപജീവനമാർഗം നടത്തുവാനുമുള്ള ഒരു സംവിധാനം അധികൃതർ ഉണ്ടാക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് ഇപ്പം നൽകുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള കലാകാരന്മാരെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ നമ്മുടെ യാത്രയിൽ എന്തായാലും ഇവരൊക്കെ കോർത്തൊരു മുത്തുമാലയാക്കി മാറ്റി മുന്നോട്ട് കൊണ്ടുപോകും. അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു അതിഥിയുമായി വരാം. അതുവരെ ബൈ.